ചങ്ങായിവരെ നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ഹീറോയുടെ കഥ പറയാനാണ്. നമ്മുടെ മിന്നൽ മുരളിയൊക്കെ പോലെയുള്ള ഒരു സൂപ്പർ ഹീറോ, ഒരു ഇറ്റാലിയൻ സൂപ്പർ ഹീറോയാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ഇൻട്രോ പറഞ്ഞിട്ട് ബോറടിപ്പിക്കുന്നൊന്നുമില്ല. നമുക്ക് നേരെ കഥയിലേക്ക് കിടക്കാം. കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമയുടെ പേര് ഞാനൊന്ന് പറയാം. ദേ കോൾ മീ ജീഗ് എന്നാണ് ഈ ഇറ്റാലിയൻ സിനിമയുടെ പേര്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ നായകൻ എൻസോ ചിക്കോട്ടിയെയാണ് കാണിക്കുന്നത്. പുള്ളിക്കാരൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഓട്ടമൊന്നുമല്ല, പിന്നാലെ വരുന്ന പോലീസുകാരിൽ നിന്നും തന്റെ തടി രക്ഷിക്കാനുള്ള ഓട്ടമാണ് നായകൻ നടത്തുന്നത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു കള്ളനാണ്. ആരുടെയോ കയ്യിൽ നിന്ന് നല്ല വില കൂടിയ ഒരു വാച്ച് മോഷ്ടിച്ചുകൊണ്ടാണ് പുള്ളിക്കാരന്റെ ഈ ഓട്ടം. നായകൻ എത്രയൊക്കെ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും പോലീസുകാർ വിടുന്ന മട്ടില്ല. അവരും അവന്റെ പിന്നാലെ തന്നെയുണ്ട്. അങ്ങനെ ഓടി ഓടി അവസാനം ടൈബർ നദിക്കരയിലുള്ള ഒരു പഴയ ക്രെയിനിന്റെ ഉള്ളിൽ അവൻ കയറി ഒളിക്കുന്നു. എന്നിട്ടെന്ത് കാര്യം, പോലീസുകാർ അവിടേക്കും എത്തി. അങ്ങനെ പിടിക്കപ്പെടാതിരിക്കാൻ 18ാമത്തെ അടവ് എന്ന രീതിയിൽ എൻസോ വെള്ളത്തിലേക്ക് ഊളിയിട്ടിറങ്ങുന്നു. അങ്ങനെ ഭാഗ്യത്തിന് അവൻ പോലീസുകാരിൽ നിന്നും രക്ഷപ്പെടുന്നു. അങ്ങനെ പോലീസുകാരെല്ലാം പോയതിനു ശേഷം തിരികെ ക്രെയിനിൽ കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ വെള്ളത്തിനടിയിൽ നിക്ഷേപിച്ചിരുന്ന റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ നിറച്ച ബാരലിൽ അവൻ ചവിട്ടുന്നു. നിർഭാഗ്യവശാൽ അത് പൊളിയുകയും അവൻ അതിനുള്ളിലേക്ക് വീണുപോവുകയും ചെയ്യുന്നു. കുറെ നേരം പണിപ്പെട്ട് എങ്ങനെയൊക്കെയോ കൂടി നമ്മുടെ എൻസോ ആ നദിയിൽ നിന്നും വലിഞ്ഞ് കരക്ക് കയറുന്നു. ആ നദിയിൽ നിന്നും കയറി വന്ന അവനെ കാണാൻ കരിപുരണ്ട ജീവിതങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതുപോലെ കരിപുരണ്ട് വൃത്തികേടായിരുന്നു. അവന് ഏറെ തളർച്ചയും അനുഭവപ്പെട്ടു. എത്രയും വേഗം വീട്ടിലേക്ക് എത്തുന്നതിന് വേണ്ടി അവൻ അവിടെ നിന്നും ഓടിപ്പോകുന്നു. വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ ബസ്സിൽ വെച്ച് അവൻ ഇടയ്ക്കിടെ ഒരു കറുത്ത പദാർത്ഥം ചുമച്ച് തുപ്പുന്നുണ്ടായിരുന്നു. മാത്രമല്ല അവൻ വളരെയധികം ടയേർഡായിരുന്നു. തലയുയർത്താൻ പോലും പലപ്പോഴും സാധിക്കുന്നുണ്ടായിരുന്നില്ല. രാത്രിയും അവന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. എന്തോ ഒരു കറുത്ത ദ്രാവകം അവൻ ഛർദ്ദിക്കാൻ തുടങ്ങി. നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ രാത്രി മുഴുവൻ ചുമച്ചുകൊണ്ടേയിരുന്നു. പാവം ക്ഷീണിതനായ എൻസോ അറിയാതെ ഉറങ്ങിപ്പോകുന്നു. പക്ഷെ അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴേക്കും അവന്റെ ക്ഷീണവും ചുമയും എല്ലാം മാറിയിരുന്നു. അങ്ങനെ എൻസോ പല്ലുതേപ്പും കുളിയും ഭക്ഷണവും ഒക്കെ കഴിഞ്ഞ് തന്റെ അയൽക്കാരനായ സെർജിയോയെ കാണാൻ പോകുന്നു. ഈ സെർജിയോ ഫാബിയോ എന്ന് പറയുന്ന ഒരു ഗാങ്സ്റ്ററിന്റെ അണ്ടറിലാണ് ജോലി ചെയ്തിരുന്നത്. ഇപ്പോൾ ഫാബിയോയും സംഘവും ഒരു മയക്കുമരുന്ന് ഡീലിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അവരുടെ ഗ്യാങ്ങിലെ മറ്റൊരുത്തം വന്നിട്ട് ഫാബിയോയ്ക്ക് ഒരു ഫോൺ നൽകുന്നു. പക്ഷെ അത് ഫാബിയോ ആഗ്രഹിച്ചതുപോലെ കറുപ്പ് നിറത്തിലുള്ളതായിരുന്നില്ല, വെള്ള നിറത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ അത് മാറ്റി വാങ്ങണമെന്ന് അയാൾ ദേഷ്യത്തോടെ കൊണ്ടുവന്നവനോട് പറയുന്നു. അപ്പോൾ ഗ്യാങ്ങിലുള്ള മറ്റൊരുത്തൻ, നിനക്കെന്താ അത് മതിയില്ലേ, വെള്ള നിറത്തിലായാലെന്താ കറുപ്പ് നിറത്തിലായാലെന്താ, ഏതായാലും ഉപയോഗിച്ചാൽ പോരെ എന്ന് പറയുന്നു. ഫാബിയോട്ട് ദേഷ്യം വന്ന് അവന്റെ തലയിൽ ആ ഫോണ് കൊണ്ട് തന്നെ അടിച്ചടിച്ചടിച്ച് അവനെ കൊല്ലുന്നു. എന്നിട്ട് മറ്റവനോടായിട്ട് പറയും, ഉടനെ തന്നെ എനിക്ക് എന്റെ ബ്ലാക്ക് കളറിലുള്ള ഫോൺ തന്നെ കൊണ്ടുവരണം. ആ സീൻ അവിടെ കട്ടാവുന്നു. അടുത്ത സീനിൽ എൻസോ സെർജിയോയെ മീറ്റ് ചെയ്യുന്നു. എൻസോ സെർജിയോയെ കാണാൻ പോയത് പരിചയം പുതുക്കാനൊന്നുമല്ല, തന്റെ കയ്യിലുള്ള വാച്ച് വിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സെർജിയോ ആവട്ടെ ആ വാച്ചിന് വെറും 100 യൂറോ മാത്രമാണ് വിലയിട്ടത്. വേറെ വഴിയൊന്നും ഇല്ലാതെ എൻസോ ആ 100 യൂറോയും വാങ്ങി പോവാൻ നോക്കുമ്പോൾ സെർജിയോ അവനെ അകത്തേക്ക് വിളിക്കുന്നു. സെർജിയോ എൻസോയോട് ഡ്രഗ് ഡീലിൽ തന്നോടൊപ്പം ചേരാൻ പറയുന്നു. അത് വളരെ റിസ്ക്കുള്ള പരിപാടിയാണെങ്കിലും പണത്തിന് വേണ്ടി എൻസോ അതിന് സമ്മതിക്കുന്നു. അതിനുശേഷം സെർജിയോ എൻസോയെയും കൂട്ടി ഡീലിനാവശ്യമായ സാധനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി തന്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ വെച്ച് എൻസോ സെർജിയോയുടെ മകളായ അലേഷ്യയെ കാണുന്നു. അലേഷ്യയുടെ പെരുമാറ്റവും സംസാരവും ഒക്കെ കണ്ടപ്പോൾ എൻസോയ്ക്ക് കൺഫ്യൂഷനായി പോകുന്നു. ഒരു വളർന്ന പെൺകുട്ടിയായിട്ട് കൂടി അവൾ കൊച്ചുകുട്ടികളെ പോലെ എന്തൊക്കെയോ ചെറിയ ചെറിയ ചിത്രങ്ങളൊക്കെ വരച്ച് ചുമരിലൊക്കെ ഒട്ടിച്ചിരുന്നു. മാത്രമല്ല അവൾ എപ്പോഴും ആനിമേഷൻ ക്യാരക്ടറായ സ്റ്റീൽ ജീഗിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അവൾ എൻസോയോടും ജീഗിനെ പറ്റി പറയുന്നു. ഒരിക്കൽ ജീഗ് വന്ന് എന്നെ രക്ഷപ്പെടുത്തും, എല്ലാവരെയും രക്ഷപ്പെടുത്തുന്നത് പോലെ അയാൾ എന്നെയും രക്ഷപ്പെടുത്തും എന്നൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അലേഷ്യ. വീട്ടിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം സെർജിയോ തന്റെ മകളുടെ പെരുമാറ്റത്തെക്കുറിച്ച് എൻസോയോട് ക്ഷമ ചോദിക്കുന്നു. അവൾ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. പക്ഷെ അവളുടെ അമ്മയുടെ മരണത്തിന് ശേഷം അവൾ മാനസികമായി ആകെ തകർന്നു. പിന്നീട് ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്. ആനിമേഷൻ കഥാപാത്രമായ സ്റ്റീൽ ജീഗിനെ പറ്റി എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. അത് റിയലാണെന്നാണ് അവൾ വിശ്വസിക്കുന്നത് എന്ന് സെർജിയോ എൻസോയോട് പറയുന്നു. അതിനുശേഷം അവർ ഡ്രഗുമായി വന്ന സഹോദരങ്ങളെ എയർപോർട്ടിൽ നിന്നും പിക്ക് ചെയ്യുന്നു. എന്നിട്ട് അവരെയും കൊണ്ട് പണി നിർത്തിവെച്ച ആളൊഴിഞ്ഞ ഒരു ബിൽഡിങ്ങിന്റെ 10ാമത്തെ നിലയിലേക്ക് പോകുന്നു. ഇനി സെർജിയോയും എൻസോയും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഹോദരങ്ങൾ വിഴുങ്ങിയ ഡ്രഗ്സ് പാക്കറ്റ് പുറത്തെടുക്കണം. ശേഷം അത് ഫാബിയോയെ ഏൽപ്പിക്കണം.
പക്ഷെ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. അതിലൊരുത്തന്റെ വയറിനുള്ളിൽ വെച്ച് ഡ്രഗ്സ് പാക്കറ്റ് പൊട്ടി ഡ്രഗ്സ് ഓവർ യൂസായി അയാൾ മരണപ്പെടുന്നു. അതോടുകൂടി അയാളുടെ സഹോദരൻ തന്റെ അനിയനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വിസമ്മതിച്ചതിന് സെർജിയോയോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. പക്ഷെ സെർജിയോ ആവട്ടെ അതിലൊന്നും കൂസാതെ ആ ശവശരീരത്തിന്റെ വയറ് കീറി അതിനുള്ളിൽ നിന്നും ഡ്രഗ്സ് പുറത്തെടുക്കണമെന്ന് എൻസോയോട് പറയുന്നു. പെട്ടെന്ന് ആ സഹോദരൻ സെർജിയോയുടെ കയ്യിൽ നിന്നും തോക്ക് തട്ടിപ്പറിച്ച് അയാൾക്ക് നേരെ ചറപറ വെടിയുതിർക്കുന്നു. മരിക്കുന്നതിന് മുമ്പ് സെർജിയോ അയാളുടെ തല പിടിച്ച് ഭിത്തിയിലേക്ക് ഇടിച്ചിടിച്ച് അവന്റെ പരിപ്പിളക്കുന്നു. ഇതൊക്കെ കണ്ട് പകച്ചു നിൽക്കുകയായിരുന്നു എൻസോ. അന്ത്യശ്വാസം വലിക്കുന്നതിന് മുമ്പ് ആ കാലമാടൻ എൻസോയെയും വെടിവെക്കുന്നു. എൻസോ ആവട്ടെ ആ കെട്ടിടത്തിന്റെ 10ാമത്തെ നിലയിൽ നിന്നും താഴെ കോൺക്രീറ്റ് തറയിലേക്ക് പതിക്കുന്നു. ഇമ്മാതിരി വീഴ്ച വീണ് ആരെങ്കിലും ജീവനോടെ ഉണ്ടാവോ? ചിന്നി ചിതറി പീസായി മാറിപ്പോവില്ലേ? പക്ഷെ എൻസോ ആവട്ടെ കുറച്ചു സമയത്തിന് ശേഷം നേരിയൊരു ഞരക്കത്തോടെ എഴുന്നേൽക്കുന്നു. എന്താണ് സംഭവിച്ചതെന്നറിയാതെ പകച്ചുപോയി അവന്റെ ബാല്യം. തിരിച്ചു കിട്ടിയ ജീവനം കൊണ്ട് എൻസോ എങ്ങോട്ടേക്ക് ഓടുന്നു. ഇതേസമയം മറ്റൊരിടത്ത് ഫാബിയോയും സംഘവും നുൻസിയ ലോക്കോസിമോ എന്ന തീവ്രവാദിയും അതോടൊപ്പം തന്നെ റോമിലെ ഏറ്റവും വലിയ ഡ്രഗ് ഡീലറുമായ ലേഡിക്കൊപ്പം ഒരു ക്ലബിലെ പാർട്ടിയിലാണ്. ഫാബിയോ നുൻസിയയ്ക്ക് നൽകേണ്ട ഡ്രഗ്സ് ആണ് സെർജിയോ കൊണ്ടുവരേണ്ടിയിരുന്നത്. പക്ഷെ സെർജിയോ ഓൾറെഡി മരിച്ചുപോയല്ലോ. അതുകൊണ്ട് തന്നെ ഇതുവരെയായിട്ടും ഡ്രഗ്സ് ഡെലിവറി ചെയ്യാൻ ഫാബിയോയ്ക്ക് സാധിച്ചിട്ടില്ല. നുൻസിയയ്ക്ക് മുന്നിൽ എന്ത് പറയണമെന്നറിയാതെ കുഴങ്ങിയാണ് ഫാബിയോ. നേരത്തെ ഞാൻ പറഞ്ഞത് നുൻസിയയ്ക്ക് നൽകേണ്ട ഡ്രഗ് എന്നാണ്. പക്ഷെ ഡ്രഗ്സ് അല്ല, ഡ്രഗ്സിന്റെ പൈസയാണ് ഫാബിയോ നുൻസിയയ്ക്ക് നൽകേണ്ടിയിരുന്നത്. അങ്ങനെ ഫാബിയോ തൽക്കാലത്തേക്ക് ഡ്രഗ്സിന്റെ ഡീല് കൃത്യമായി നടന്നുവെന്നും പണം ഉടനെ തന്നെ നൽകാമെന്നും നുൻസിയോട് പറയുന്നു. എങ്ങാനും താൻ പറയുന്നത് കള്ളമാണെന്ന് പറഞ്ഞാൽ നുൻസിയ തന്നെ കൊല്ലുമെന്ന് ഫാബിയോയ്ക്ക് ഉറപ്പായിരുന്നു. ഇതേസമയം ഇൻസോ അവന്റെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നു. അവിടെ വെച്ച് അലീഷ്യ അവനെ തടഞ്ഞ് തന്റെ അച്ഛനെ പറ്റി ചോദിക്കുന്നു. അയാൾ എവിടെയാണെന്ന് എനിക്കറിയില്ല എന്നും പറഞ്ഞ് ഇൻസോ അവളെ അവഗണിച്ചുകൊണ്ട് വീടിനുള്ളിലേക്ക് പോകുന്നു. അലീഷ്യ ആവട്ടെ പലതവണ അവന്റെ വാതിലിൽ മുട്ടി തന്റെ അച്ഛനെ പറ്റി ചോദിക്കുന്നു. ആദ്യമൊക്കെ ഇൻസോ അത് പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അവള് വാതിലിൽ തട്ടുന്നത് നിർത്തിയതേയില്ല. അവസാനം ദേഷ്യം പിടിച്ച ഇൻസോ വാതിലിനടുത്തേക്ക് ചെന്ന് കൈകൊണ്ട് അതിനൊരൊറ്റ ഇടിയിടിക്കുന്നു. ആ ഭാഗം പൊളിഞ്ഞ് ആ വാതിലിൽ ഒരു വലിയ ദ്വാരം രൂപപ്പെടുന്നു. അത് കണ്ട് ഇൻസോയും ഞെട്ടിപ്പോയി. കാരണം ഒരു മരത്തിന്റെ വാതിൽ കൈകൊണ്ട് ഒറ്റ ഇടിക്കിടിച്ച് പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. അവൻ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അലേഷ്യ പുറത്തും. അവള് പേടിച്ച് അവിടെ നിന്നും പോകുന്നു. ഇൻസോയ്ക്ക് ഇതെന്താണ് സംഭവം എന്നൊന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അവൻ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു വലിയ അലമാര ആ വാതിലിനടുത്തേക്ക് തള്ളുന്നു. അത്രയും ഭാരമുണ്ടായിട്ടും അവൻ തള്ളിയപ്പോൾ അതൊരു അപ്പൂപ്പൻ താടി പോലെ നിരങ്ങിപ്പോയിട്ട് ആ വാതിലിൽ തടഞ്ഞു നിൽക്കുന്നു. അത്രയും ഭാരമുള്ള സാധനം താൻ ഒരു എഫേർട്ടും എടുക്കാതെ ചെറിയൊരു തള്ളു തള്ളിയപ്പോഴത്തന്നെ നീങ്ങിയത് കണ്ട് അവൻ കൂടുതൽ അത്ഭുതപ്പെട്ടു. അങ്ങനെ അന്ന് രാത്രി ഇൻസോ ചെയ്തതെന്താണെന്നറിയോ? ഒരു ATM മുഴുവനായിട്ടും അവന്റെ ശക്തി ഉപയോഗിച്ച് അടിച്ചിടിച്ച് അത് തകർത്ത് വീട്ടിലേക്ക് എടുത്തുകൊണ്ടുപോകുന്നു. അങ്ങനെ അതിനുള്ളിലെ പണം ഉപയോഗിച്ച് അയാൾ ഫുഡ് വാങ്ങി ഫ്രിഡ്ജിൽ നിറയ്ക്കുന്നു. നമ്മുടെ ഇൻസോയ്ക്ക് അമാനുഷിക ശക്തി മാത്രമല്ല, പെട്ടെന്ന് ശരീരത്തിലുണ്ടായ മുറിവുകൾ സുഖപ്പെടാനുള്ള കഴിവും കിട്ടിയിട്ടുണ്ട്. നേരത്തെ സെർജിയോയ്ക്ക് വെടികൊണ്ടപ്പോൾ ഇൻസോയ്ക്കും വെടികൊണ്ടിരുന്നല്ലോ. ആ വെടിയുണ്ട അവന്റെ ശരീരം തുളച്ച് പുറത്തുപോയിരുന്നു. ആ മുറിവ് വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഉണങ്ങിയിരിക്കുന്നു. അതും ഇൻസോയെ അത്ഭുതപ്പെടുത്തി. ഇതേസമയം താഴെ ഫാബിയോയും സംഘവും സെർജിയോയുടെ വീട്ടിലെത്തി. സെർജിയോയെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് അലേഷ്യയെ ഭീഷണിപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നു. അതായത് സെർജിയോ എവിടെ വെച്ചാണ് ഡ്രഗ് ഡീൽ നടത്തുന്നത് എന്ന് ഫാബിയോയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. സെർജിയോ തങ്ങളെ പറ്റിച്ച് കടന്നു കളഞ്ഞതായിട്ടാണ് ഫാബിയോ ചിന്തിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അയാളിപ്പോൾ സെർജിയോയുടെ വീടും അന്വേഷിച്ച് എത്തിയിരിക്കുന്നത്. നമ്മുടെ ഇൻസോ ഈ കാര്യങ്ങളെല്ലാം മുകളിലത്തെ നിലയിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഫാബിയോ ഒരു കശാപ്പ് കത്തി അലേഷ്യയുടെ മുഖത്തോട് ചേർത്ത് പിടിച്ച് നിന്റെ അച്ഛനെവിടെടി എന്ന് അട്ടഹസിക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ അലേഷ്യ പേടിച്ച് വിറച്ച് മിണ്ടാതെ നിൽക്കുന്നു. അത് ഫാബിയോയെ കൂടുതൽ രോഷാകുലനാക്കി. പെട്ടെന്ന് തന്റെ ഐഡന്റിറ്റി പുറത്തു വരാതിരിക്കാൻ ഒരു മാസ്കും ധരിച്ചാണ് ഇൻസോ അങ്ങോട്ടേക്ക് ചാടി വീണത്. പിന്നെ അവിടെ എന്ത് നടക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ. അടിയോടടി. പേടിച്ച് വിരണ്ടുപോയ ഫാബിയോയുടെ ആൾക്കാർ അവിടെ നിന്നും ഓടിപ്പോകുന്നു. ഫാബിയോ ആകട്ടെ അലീഷ്യയെ ചേർത്ത് പിടിച്ച് കത്തി ചൂണ്ടി പിടിച്ചു നിൽക്കുകയാണ്. ഒടുവിൽ അലേഷ്യ അവനെ തട്ടിമാറ്റി അവന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നു. അവിടെ നിന്ന് ചാടി രക്ഷപ്പെടുന്നതിനിടയിൽ ഫാബിയോ വളരെ അപ്രതീക്ഷിതമായി ആ കത്തി ഉപയോഗിച്ച് ഇൻസോയുടെ ചെറുവിരൽ അരിഞ്ഞു മാറ്റുന്നു. ശേഷം ഇൻസോ അലേഷ്യയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവളെ തന്റെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം നേരത്തെ വെടികൊണ്ട മുറിവ് വേഗത്തിൽ ഉണങ്ങിയതുപോലെ മുറിഞ്ഞുപോയ തന്റെ ചെറുവിരൽ കൂടിച്ചേരുന്നതിനു വേണ്ടി ഇൻസോ അത് തന്റെ കാലിലേക്ക് കെട്ടിവെക്കുന്നു. ഇപ്പോൾ നമ്മുടെ അലേഷ്യയുടെ കണ്ണിൽ ഇൻസോ അവളുടെ ഫേവറേറ്റ് സൂപ്പർ ഹീറോയായ ജീഗാണ്. തന്നെ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിയതാണ് ജീഗ് എന്ന് അവൾ വിശ്വസിക്കുന്നു. അവൾ മെന്റലി ശരിയല്ലാത്തത് കൊണ്ട് തന്നെ ഇൻസോ അവളെ പറഞ്ഞു തിരുത്താൻ ശ്രമിച്ചില്ല. അവൾ പറയുന്ന ഓരോരോ കഥകളും കേട്ടുകൊണ്ട് അവൻ വെറുതെ ഇരുന്നു. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ ഇൻസോ തന്റെ ചെറുവിരൽ കാലുമായി കൂടിച്ചേർന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. അതിന് വേദനയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇൻസോ അത് കാര്യമാക്കിയില്ല. ശേഷം അവൻ അലേഷ്യയോട് അവളുടെ ബന്ധുക്കളെ പറ്റി ചോദിക്കുന്നു. അവളെ അവരുടെ അടുത്തുകൊണ്ടാക്കി തന്റെ തലയിൽ നിന്ന് ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻസോ അക്കാര്യം
കാര്യം ചോദിക്കുന്നത്. അച്ഛൻ മാത്രമാണ് തന്റെ ഏക ബന്ധു എന്ന് അലേഷ്യ ഇൻസോയോട് പറയുന്നു. അങ്ങനെ ഇൻസോ അവളെ ഒരു റെസിഡൻഷ്യൽ കെയർ ഹോമിലേക്ക് കൊണ്ടുചെന്നാക്കുന്നു. അലേഷ്യ അവളുടെ അച്ഛൻ ജയിലിലായിരുന്ന സമയത്ത് ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത്. ശേഷം ഇൻസോ അവിടെ നിന്ന് പോവാൻ നോക്കുമ്പോൾ അലേഷ്യ വിടുന്നുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ എന്തായാലും തിരിച്ചു വരുമെന്ന് വെറുതെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും പോകുന്നു. ഇതേ സമയം ഇൻസോ ATM മോഷ്ടിക്കുന്ന CCTV ഫുട്ടേജ് വീഡിയോ ഇന്റർനെറ്റിൽ വൈറലാവുന്നു. അങ്ങനെ ഇൻസോയ്ക്ക് സൂപ്പർ ക്രിമിനൽ എന്ന പേരും വീഴുന്നു. ഈ വീഡിയോ ഫാബിയോയും കാണുന്നു. സെർജിയോയുടെ വീട്ടിൽ വെച്ച് തങ്ങളെ ആക്രമിച്ചത് ഇവനാണെന്ന് ഫാബിയോയ്ക്ക് മനസ്സിലാവുന്നു. ഈ ഗ്യാങ് ഇപ്പോൾ ആകെ ടെൻഷനിലാണ്. കാരണം ഡ്രഗ്സ് കണ്ടെത്താൻ അവർക്ക് ഇനിയും സാധിച്ചിട്ടില്ല. ഫാബിയോയുടെ റൈറ്റ് ഹാൻഡായ ആന്റോണിയോ നുൻസിയയ്ക്ക് പണം നൽകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വായ്പയെടുക്കാമെന്ന് ഫാബിയോയോട് പറയുന്നു. പക്ഷെ ഫാബിയോ അതിന് സമ്മതിച്ചില്ല. പകരം ഈ ഡീലിന് ശേഷം അവർ ചെയ്യാനായി പ്ലാൻ ചെയ്തിരുന്ന ആയുധശേഖരം നിറച്ച വാൻ മോഷ്ടിക്കാൻ ഫാബിയോ പറയുന്നു. മറുവശത്ത് വീട്ടിൽ തിരിച്ചെത്തിയ ഇൻസോയ്ക്ക് സെർജിയോയുടെ കുറെ പഴയ പേപ്പറുകൾ കിട്ടുന്നു. ഈ ട്രക്ക് മോഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ അതിലുണ്ടായിരുന്നു. അടുത്ത ദിവസം ഫാബിയോയും സംഘവും ആ ട്രക്ക് മോഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് തോക്കുകളെല്ലാം എടുത്ത് ഹൈവേക്ക് സമീപം പതിയിരിക്കുകയാണ്. പക്ഷെ അവർക്ക് മുൻപേ ഇൻസോ ആ ട്രക്ക് ആക്രമിച്ച് അതിനുള്ളിലുള്ള സാധനങ്ങൾ മോഷ്ടിക്കുന്നു. ഇത് കണ്ടുനിന്ന ഫാബിയോയ്ക്ക് കലിമൂത്ത് ഇൻസോയ്ക്ക് നേരെ ചറപറ വെടിയുതിർക്കുന്നു. പക്ഷെ അതിൽ നിന്നും രക്ഷപ്പെട്ട് ഇൻസോ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തി വിശ്രമിക്കുകയായിരുന്ന ഇൻസോ കതകിൽ ആരോ തട്ടുന്നത് കേൾക്കുന്നു. പുറത്ത് ജനലിലൂടെ നോക്കിയപ്പോൾ താഴെ പോലീസ് കാർ കിടക്കുന്നു. അതോടെ വാതിലിന് പുറത്തുള്ളത് പോലീസുകാരാണെന്ന് അവന് മനസ്സിലാവുന്നു. ഒരൽപ്പം പേടിയോടെ അവൻ വാതിൽ പതിയെ തുറക്കുന്നു. ആ പോലീസുകാർ കള്ളനെ അന്വേഷിച്ചു വന്നൊന്നും ആയിരുന്നില്ല. ഇൻസോയെയും അന്വേഷിച്ച് തെരുവുകളിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന അലേഷ്യയെ കണ്ടപ്പോൾ അവളെ തിരിച്ചേൽപ്പിക്കാൻ വന്നതായിരുന്നു. ഇൻസോ അവളെ അകത്തേക്ക് വിളിച്ചതിന് ശേഷം പോലീസുകാരെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നതിന്റെ പേരിൽ അവളെ വഴക്ക് പറയുന്നു. അപ്പോൾ അലേഷ്യ ആവട്ടെ പണ്ട് രേവതി പറഞ്ഞ പോലെ ജ്യോതിയും വന്നില്ല തീയും വന്നില്ല, നിങ്ങൾ എന്നെ കാണാനും വന്നില്ല എന്ന് വളരെ ക്യൂട്ടായി ഇൻസോയോട് മറുപടി പറയുന്നു. അങ്ങനെ അന്ന് രാത്രി അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് അലേഷ്യയുടെ ഇഷ്ടപ്പെട്ട ആനിമേഷൻ സീരീസ് പ്രൊജക്ടറിലൂടെ കാണുന്നു. മെൻ വിൽ ബി മെൻ എന്ന പരസ്യം കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഇവിടെയും സംഭവിക്കുന്നു. തൊട്ടടുത്ത് ഒരു പെണ്ണിരുന്നാല് എന്തായാലും ആണുങ്ങൾ ഒന്ന് ട്രൈ ചെയ്യും, ശരിയല്ലേ? ഇൻസോയും അതിന് തന്നെ ശ്രമിക്കുന്നു. പക്ഷെ അലേഷ്യ ആവട്ടെ പേടിച്ചരണ്ട് കരയുകയായിരുന്നു. അവൾ ഇൻസോയോട് തന്നെ വേദനിപ്പിക്കരുത് എന്ന് കരഞ്ഞു പറയുന്നു. പാവം ഇൻസോ അവളെ സമാധാനിപ്പിക്കുന്നു. അതോടെ താൻ മുൻപ് സെക്ഷലി ഹരാസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അലേഷ്യ ഇൻസോയോട് പറയുന്നു. അടുത്ത ദിവസം അലേഷ്യ നിങ്ങളൊരു സൂപ്പർ ഹീറോയാണെന്നും എന്റെ അച്ഛനെ രക്ഷപ്പെടുത്തണമെന്നും ഇൻസോയോട് അപേക്ഷിക്കുന്നു. പിന്നീട് ഇൻസോ അവളെ ഒരു അടച്ചിട്ടിരിക്കുന്ന അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവന്റെ ശക്തി ഉപയോഗിച്ച് ആ ഫെറിസ് വീൽ കറക്കി അലേഷ്യയെ അതിലിരുത്തുന്നു. അവൾക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുകയും സന്തോഷമാവുകയും ചെയ്യുന്നു. ഇതേസമയം മറ്റൊരിടത്ത് ആന്റോണിയോയും ഫാബിയോയും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നു. നുൻസിയയുമായി പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ അവൾക്ക് പണം നൽകുന്നതിന് വേണ്ടിയിട്ട് ലോൺ എടുക്കാമെന്ന് ആന്റോണിയോ പറഞ്ഞിരുന്നല്ലോ. അത് എന്ത് ചെയ്തിട്ടും ഫാബിയോ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അതിന്റെ പേരിലാണ് ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ ഉടക്കിയിരിക്കുന്നത്. അവസാനം ആന്റോണിയോ ഫാബിയോയുമായിട്ട് ഉടക്കി പിരിഞ്ഞ് ആ സംഘത്തിൽ നിന്നും വിട്ടുപോവാൻ ഒരുങ്ങുന്നു. ഫാബിയോ ആവട്ടെ ഒരു ദയയുമില്ലാതെ അവന്റെ റോഡ് വീലർ നായകളെ ഉപയോഗിച്ച് ആന്റോണിയോയെ ആക്രമിക്കുന്നു. വളരെ മൃഗീയമായി അയാൾ മരണപ്പെടുന്നു. ഇതേസമയം അലേഷ്യയും ഇൻസോയും ഒരു ഷോപ്പിംഗ് മാളിലേക്ക് പോയിരിക്കുകയാണ്. അലേഷ്യയ്ക്ക് വേണ്ടി ഒരു പ്രിൻസസ് ഡ്രസ്സ് വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് അവരിപ്പോൾ പോയിരിക്കുന്നത്. അവൾ എപ്പോഴും തനിക്ക് വേണമെന്ന് വാശി പിടിക്കുന്ന ഒരു സാധനമാണ് പ്രിൻസസ് ഡ്രസ്. തുടർന്ന് ട്രയൽ റൂമിൽ വെച്ച് അവർ പരസ്പരം ചുംബിക്കുകയും പ്രണയിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അവർ തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടാവുകയും ആ ദേഷ്യത്തിനിടയിൽ ഇൻസോ അവളുടെ അച്ഛനെക്കുറിച്ചുള്ള സത്യാവസ്ഥ അവളോട് പറയുകയും ചെയ്യുന്നു. അച്ഛന്റെ മരണവാർത്ത അറിഞ്ഞ അലേഷ്യ ആകെ വിഷമത്തിലാവുന്നു. അച്ഛന്റെ മരണത്തിന് കാരണം നിങ്ങളാണെന്നും നീ അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല എന്നും പറഞ്ഞ് അവൾ ഇൻസോയെ കുറ്റപ്പെടുത്തുന്നു. ഇൻസോ എന്തൊക്കെ പറഞ്ഞിട്ടും അത് കേൾക്കാൻ കൂട്ടാക്കാതെ അവൾ അവിടെ നിന്നും പോകുന്നു. ഇതേസമയം ട്രക്ക് മോഷണത്തെ പറ്റിയുള്ള വാർത്ത ടിവിയിലൊക്കെ വന്നു കഴിഞ്ഞു. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫാബിയോ. ആ വാർത്തയും കൂടി ആയതോടെ സൂപ്പർ ക്രിമിനൽ എന്ന പേര് വളരെയധികം പ്രശസ്തി ആർജിച്ചു. അത് ഫാബിയോയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ആ സൂപ്പർ ക്രിമിനലിനെ പോലെ തനിക്കും ശക്തിമാനാവണമെന്ന് ഫാബിയോ തീരുമാനിക്കുന്നു. പക്ഷെ അതെങ്ങനെയെന്ന് മാത്രം അവൻ അറിയില്ല. അതുകൊണ്ട് തന്നെ ആ സൂപ്പർ ക്രിമിനൽ ആരാണെന്ന് കണ്ടുപിടിക്കണമെന്നും അവൻ തീരുമാനിക്കുന്നു. മറുവശത്ത് അലേഷ്യ ഇൻസോയുടെ അടുത്ത് നിന്നും ഓടിപ്പോയി ഒരു ട്രെയിനിൽ കയറുന്നു. പക്ഷെ ഇൻസോ അവന്റെ ശക്തി ഉപയോഗിച്ച് ട്രെയിൻ തടഞ്ഞു നിർത്തുന്നു. എന്നിട്ട് അലേഷ്യയോട് മാപ്പ് ചോദിക്കുന്നു. പലതവണ ശ്രമിച്ചപ്പോൾ അലേഷ്യ അവന്റെ കൂടെ പോവാൻ തയ്യാറാവുന്നു. പക്ഷെ ഇനി മുതൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ മാസ്ക് ധരിച്ച് മാത്രമേ പുറത്തിറങ്ങാവൂ എന്ന് അലേഷ്യ ഇൻസോയോട് പറയുന്നു. അപ്പോഴാണ് ഇൻസോ തന്റെ ചുറ്റുമുള്ള ആൾക്കാരെ ശ്രദ്ധിച്ചത്. അവരെല്ലാവരും ഈ കാര്യങ്ങളെല്ലാം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ട്രെയിൻ പിടിച്ച് നിർത്തുന്നതും അവർ വീഡിയോ എടുത്തിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കി ഇൻസോ അലേഷ്യയും എടുത്ത് അവിടെ നിന്ന് വേഗത്തിൽ ഓടിപ്പോകുന്നു. ഇതേസമയം ഫാബിയോ തന്റെ ഡീലർ ഫ്രണ്ടിലെ ഒരാളെ കാണുന്നു. നുൻസിയയ്ക്ക് പണം കൊടുക്കാൻ മറ്റൊരു വഴിയും കാണാത്തതിനാൽ പണം കടം വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഫാബിയോ ഇപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് നുൻസിയയും സംഘവും അവരെ ആക്രമിക്കുന്നു. കൃത്യസമയത്ത് പണം നൽകാത്തതിന്റെ പേരിൽ നുൻസിയ അവരെ ഷൂട്ട് ചെയ്യുന്നു. തുടർന്ന് പരസ്പരം ഷൂട്ടൌട്ട് ഉണ്ടാവുകയും അവസാനം ബാക്കിയാവുന്നത് ഫാബിയോയും നുൻസിയയും മാത്രമാണ്. അവിടെ നിന്നും രക്ഷപ്പെട്ട് തന്റെ സങ്കേതത്തിലേക്ക് ഓടിയെത്തിയ ഫാബിയോ കാണുന്നത് നുൻസിയയും സംഘവും വന്ന് അവന്റെ ഗ്യാങ്ങിലുള്ളവരെ എല്ലാം കൊന്നു തള്ളിയിരിക്കുന്നതാണ്. പിന്നീട് അവൻ സൂപ്പർ ക്രിമിനലിനെ പറ്റിയുള്ള വാർത്ത ടിവിയിൽ കാണാനിടയാവുന്നു. അതോടെ ഇൻസോയാണ് ആ സൂപ്പർ ക്രിമിനൽ എന്ന് ഫാബിയോയ്ക്ക് മനസ്സിലാവുന്നു. അതോടെ ഇൻസോയിൽ നിന്നും അവന്റെ സൂപ്പർ പവർ
പവറിന്റെ രഹസ്യം എങ്ങനെയും മനസ്സിലാക്കണമെന്ന് ഫാബിയോ ഉറപ്പിക്കുന്നു. മറുവശത്ത് ഇൻസോയും അലേഷ്യയും ആ നാട്ടിൽ നിന്നും പലായനം ചെയ്യാൻ തീരുമാനിക്കുന്നു. കാരണം പോലീസുകാർക്കും നാട്ടുകാർക്കുമെല്ലാം ഇപ്പോൾ സൂപ്പർ ക്രിമിനൽ ആരാണെന്ന് കൃത്യമായി അറിയാം. അങ്ങനെ അന്ന് രാത്രി അവർ ഒരു ഹോട്ടലിൽ താമസിക്കുന്നു. അവിടെ വെച്ച് ഇൻസോ തന്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും തന്റെ കൂട്ടുകാരെല്ലാവരും ഒരു മോഷണ ശ്രമത്തിനിടയിൽ മരണപ്പെട്ടതിനെക്കുറിച്ചുമൊക്കെ അലേഷ്യയോട് പറയുന്നു. പെട്ടെന്ന് ഫാബിയോ അങ്ങോട്ടേക്ക് കുതിച്ചെത്തുകയും മയക്കുവെടി വെച്ച് ഇൻസോയെ ബോധം കെടുത്തുകയും ചെയ്യുന്നു. ഇൻസോയ്ക്ക് ബോധം തെളിഞ്ഞപ്പോൾ അവനെ ബെഡിൽ ഡക്റ്റ് ടാപ്പ് ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അലേഷ്യയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ഫാബിയോ ഇൻസോയോട് അവന്റെ ശക്തിയുടെ രഹസ്യം അന്വേഷിക്കുന്നു. ഇൻസോ ഫാബിയോയെയും കൂട്ടി ആ നദിക്കരയിലേക്ക് പോകുന്നു. നിനക്ക് ശക്തി വേണമെങ്കിൽ ഈ നദിയിലേക്ക് ചാടിക്കോളൂ എന്ന് ഇൻസോ ഫാബിയോയോട് പറയുന്നു. ഫാബിയോയ്ക്ക് അത് വിശ്വാസമായില്ല. അയ്യടാ മോനെ, എന്നെ മുക്കിക്കൊന്നിട്ട് നിനക്ക് രക്ഷപ്പെടാനുള്ള ശ്രമമായിരിക്കും അല്ലേ? അങ്ങനെ ഇപ്പൊ വേണ്ട, നീ ചാട്, നിന്റെ പിന്നാലെ ഞാൻ ചാടിക്കോളാം എന്ന് ഫാബിയോ ഇൻസോയോട് പറയുന്നു. അപ്പോഴേക്കും നുൻസിയയും അവളുടെ ആൾക്കാരും അങ്ങോട്ടേക്ക് വന്ന് ഫാബിയോയ്ക്ക് നേരെ വെടിയുതിർക്കുന്നു. ഇതേസമയം ഫാബിയോയുടെ ഫ്രണ്ടിന്റെ പിടിയിലായിരുന്ന അലേഷ്യ അയാളിൽ നിന്നും രക്ഷപ്പെട്ട് അങ്ങോട്ടേക്ക് ഓടി വരുന്നു. നിർഭാഗ്യവശാൽ ഫാബിയോടൊപ്പം തന്നെ അലേഷ്യയ്ക്കും വെടിയേൽക്കുന്നു. ഫാബിയോയ്ക്ക് വെടിയേറ്റിട്ടും കലിപ്പടങ്ങാത്ത നുൻസിയ അവന്റെ ശരീരത്തിന് തീ കൊളുത്തുന്നു. മരണവെപ്രാളത്തിനിടയിൽ ഫാബിയോ ആ നദിയിലേക്ക് വീഴുന്നു. മരണാസന്ന നിലയിലായ അലേഷ്യയെ ഇൻസോ മാറോട് ചേർത്ത് പിടിക്കുന്നു. നിങ്ങളുടെ ശക്തി ഉപയോഗിച്ച് നിങ്ങൾ ആളുകളെ സഹായിക്കണം, നിങ്ങൾക്ക് അതിന് സാധിക്കും, നിങ്ങളൊരു സൂപ്പർ ഹീറോയാണ് എന്ന് ഇൻസോയോട് പറഞ്ഞുകൊണ്ട് അലേഷ്യ മരണത്തിന് കീഴടങ്ങുന്നു. അവളുടെ ശവശരീരവും കെട്ടിപ്പിടിച്ച് ഇൻസോ വിലപിക്കുന്നു. അടുത്ത ദിവസം രാവിലെ ഫാബിയോ ആ നദിയിൽ നിന്നും പുറത്തേക്ക് വരുന്നു. ദേഹമാസകലം കരിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇൻസോയ്ക്ക് സൂപ്പർ പവർ കിട്ടിയതുപോലെ ഫാബിയോയ്ക്കും ലഭിച്ചിരിക്കുന്നു. വെപ്പുമുടിയും മേക്കപ്പൊക്കെ ചെയ്ത് അവൻ നേരെ ചെന്നത് നുൻസിയയുടെ സ്ഥലത്തേക്കാണ്. നുൻസിയെയും അവളുടെ ആൾക്കാരെയും കൊന്നൊടുക്കി ഫാബിയോ അവന്റെ പ്രതികാരം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവൻ ഓരോരുത്തരെയും കൊല്ലുന്നത് വീഡിയോ റെക്കോർഡിംഗ് ചെയ്തിരുന്നു. ആ വീഡിയോയിലൂടെ ഇൻസോയെ പോലെ അവനും പ്രശസ്തനാകാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. തുടർന്ന് അനവധി സ്ഫോടക വസ്തുക്കൾ നുൻസിയയുടെ വീടിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായി ഫാബിയോ കണ്ടെത്തുന്നു. നുൻസിയ ആ നഗരത്തിൽ വലിയൊരു സ്ഫോടനം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുവെന്ന് അവന് മനസ്സിലാവുന്നു. മറ്റൊരിടത്ത് നമ്മുടെ ഇൻസോ അലേഷ്യയുടെ മരണത്തിൽ നിരാശനായി അലഞ്ഞുതിരികയാണ്. ഒരു വേദനിക്കുന്ന സൂപ്പർ ഹീറോ അല്ലേ? അതിനിടയിൽ ഒരു അമ്മയും കുഞ്ഞും അവന് സമീപം ആക്സിഡന്റിൽ പെടുന്നു. കത്തിക്കൊണ്ടിരുന്ന ആ കാറിൽ നിന്നും ആ കൊച്ചു കുഞ്ഞിനെ ഇൻസോ തന്റെ സൂപ്പർ പവർ ഉപയോഗിച്ച് രക്ഷപ്പെടുത്തുന്നു. കുഞ്ഞിന്റെ അമ്മ ഇൻസോയെ നന്ദിയോടെ ആലിംഗനം ചെയ്യുന്നു. ആ സംഭവം ഇൻസോയെ അലേഷ്യയെക്കുറിച്ചും അവളുടെ അവസാന വാക്കുകളെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുന്നു. അല്പസമയത്തിന് ശേഷം ഇൻസോ ടിവിയിൽ ഒരു വീഡിയോ കാണുന്നു. ഒളിമ്പിക്കോ സ്റ്റേഡിയത്തിൽ താൻ ബോംബ് വെച്ചിട്ടുണ്ടെന്നുള്ള ഫാബിയോയുടെ ഭീഷണി വീഡിയോ. ഇൻസോ ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്കൂട്ടറും സംഘടിപ്പിച്ച് സ്റ്റേഡിയത്തിലേക്ക് പുറപ്പെടുന്നു. ഗേറ്റ് ഇളക്കി മാറ്റി ഇൻസോ സ്റ്റേഡിയത്തിലേക്ക് കടക്കുന്നു. ഗെയിം നടക്കുന്നതിനാൽ സ്റ്റേഡിയം നിറയെ ആളുകളായിരുന്നു. അങ്ങനെ തിരച്ചിലിനൊടുവിൽ ഇൻസോ ഫാബിയോയെ കണ്ടെത്തുന്നു. സ്ഫോടക വസ്തുക്കളുടെ റിമോട്ടും കയ്യിൽ പിടിച്ച് ഫാബിയോ ഇൻസോയെ വെല്ലുവിളിക്കുന്നു. തുടർന്ന് ആ രണ്ട് സൂപ്പർ ഹ്യൂമൻസും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഒടുവിൽ ഫാബിയോ അവിടെ നിന്നും ഓടി സ്റ്റേഡിയത്തിനുള്ളിൽ ആളുകൾക്കിടയിലേക്ക് മറയുന്നു. ഒരല്പസമയത്തിന് ശേഷം ഇൻസോ ഫാബിയോയെ കണ്ടെത്തുന്നു. പക്ഷെ ഇൻസോയ്ക്ക് അവനെ പിടിക്കാൻ സാധിച്ചില്ല. അതിനു മുമ്പ് അവൻ ഓടി ഒളിക്കുന്നു. പക്ഷെ ഭാഗ്യമെന്ന് പറയട്ടെ, ഫാബിയോ ആംബുലൻസിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ ഇൻസോ കണ്ടെത്തുന്നു. പക്ഷെ അത് ഡിഫ്യൂസ് ചെയ്യാൻ അവൻ അറിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ അതും എടുത്തുകൊണ്ട് ടൈബർ നദിക്ക് കുറുകെയുള്ള പാലത്തിലേക്ക് ഓടുന്നു. ആ പാലത്തിൽ നിന്നും അത് താഴെ നദിയിലേക്ക് വലിച്ചെറിയുക എന്നായിരുന്നു അവന്റെ ഉദ്ദേശം. പക്ഷെ അതിനു മുമ്പ് ഫാബിയോ അവനെ തടയുന്നു. ഇൻസോയും ഫാബിയോയും പാലത്തിന് മുകളിൽ കിടന്ന് പരസ്പരം ഏറ്റുമുട്ടുകയാണ്. ആ ബോംബ് പൊട്ടിത്തെറിക്കാൻ ഇനി വെറും 1 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. അവസാന സെക്കൻഡിൽ എൻസോ ആ ബോംബും എടുത്ത് ഫാബിയോയെയും പിടിച്ച് ടൈബർ നദിയിലേക്ക് എടുത്തു ചാടുന്നു. തുടർന്നുണ്ടായ സ്ഫോടനത്തിൽ ഫാബിയോ മരണപ്പെടുന്നു. അറുത്തുമാറ്റപ്പെട്ട അവന്റെ തല മാത്രം ആ പാലത്തിലേക്ക് തെറിച്ചു വീഴുന്നു. അത് കണ്ട് എല്ലാവരും ഭയന്നോടുന്നു. അങ്ങനെ എൻസോയും അതോടൊപ്പം മരണപ്പെട്ടതായി വാർത്ത പരക്കുന്നു. മാത്രവുമല്ല, മീഡിയയും പബ്ലിക്കും എൻസോയെ ഒരു സൂപ്പർ ഹീറോയായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ജനങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും ത്യജിച്ചവൻ. അവസാന സീനിൽ എൻസോ കൊളോസിയത്തിന്റെ മുകളിൽ നിന്ന് റോമിനെ നിരീക്ഷിക്കുന്നതായി നമുക്ക് കാണാം. അതിനുശേഷം പണ്ട് അലേഷ്യ അവന് സ്വന്തം കൈകൊണ്ട് തുന്നിക്കൊടുത്ത ജീഗ് മാസ്ക് എൻസോ എടുത്തണിയുന്നു. അങ്ങനെ സൂപ്പർ ക്രിമിനലായ എൻസോ സൂപ്പർ ഹീറോയായ ജീഗ് ആയി മാറുന്നു. അതോടുകൂടി സിനിമ അവസാനിക്കുന്നു. ഈ കഥയും ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള മറ്റു വീഡിയോസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു കഥയുമായിട്ട് വീണ്ടും വരാം. അതുവരെ